വെൽക്കം ടു KG സൊല്യൂഷൻ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് LDC പ്രിലിംസിനുള്ള പോർഷനായ ഹൈഡ്രജനും ഓക്സിജനും. ഒരു മോക്ക് ടെസ്റ്റ് കൂടിയാണ് ഇത്. ഹൈഡ്രജനും ഓക്സിജനും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആദ്യത്തെ ചോദ്യം, ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണ്? ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രമാണ്. മാസ് നമ്പർ പറയുമ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടുന്നതാണ് മാസ് നമ്പർ. അത് രണ്ടും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ സെയിം ആയിട്ടുള്ളത്. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തി. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തി ആരാണ്? ഏത് സയന്റിസ്റ്റ് ആണ് ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത്? ആന്റോണി ലാവോയിസർ. ആന്റോയിൻ ലാവോയിസർ ആണ് പേര് നൽകിയത്. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ആളാണ് ആന്റോയിൻ ലാവോയിസർ. അടുത്തത്, സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഹൈഡ്രജൻ ആണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. എന്നാൽ സ്വയം കത്തുന്ന മൂലകമോ? അതും ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്നതും സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളതും ഹൈഡ്രജൻ ആണ്. സൂര്യനും സ്വയം കത്തുന്നതും, ഇതിൽ രണ്ടിലും വരുന്നത് ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളതും സ്വയം കത്തുന്നതുമായ മൂലകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ഓക്സിജൻ ഈസ് 8. 8 ആണ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ 16. ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹൈഡ്രജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. അപ്പോൾ ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. അത് വെച്ചാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത്. ഹൈഡ്രജൻ ആണെങ്കിൽ ബോഷ് പ്രക്രിയയാണ്. ബോഷ് BOSCH ആണ്. അപ്പോൾ H ഹൈഡ്രജൻ. ബോഷ് പ്രക്രിയ ഹൈഡ്രജനും, ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ആംശിക സ്വേദനം. ദാറ്റ് മീൻസ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അടുത്തത്, ഡ്യൂറ്റീരിയം ഓക്സിജനുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ്. ആ സംയുക്തത്തിന്റെ പേരാണ് ഡ്യൂറ്റീരിയം എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ തന്നെ ഐസോടോപ്പാണ്. അതും ഓക്സിജനുമായി കൂടിച്ചേർന്നുണ്ടാക്കുന്ന സംയുക്തമാണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം. ഘനജലം എന്നാണ് അറിയപ്പെടുന്നത്. ഡ്യൂറ്റീരിയം ഓക്സിജനുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. ഡ്യൂറ്റീരിയം ഐസോടോപ്പാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഏത് സയന്റിസ്റ്റ് ആണ്? ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആന്റോയിൻ ലാവോയിസർ ആണ്. എന്നാൽ ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത്. HH ഹൈഡ്രജൻ ഹെൻറി. ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഒരു ആസിഡും ഒരു മെറ്റലും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഏത് വാതകമാണ് ഫ്രീ ആവുന്നത്? അത് ഹൈഡ്രജൻ ആണ് ഫ്രീ ആവുന്നത്. ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം ഏതാണ്? ഹൈഡ്രജൻ ലാമ്പ് പുറപ്പെടുവിക്കുന്ന നിറം ഏതാണ്? ഹൈഡ്രജന്റെ കളറ് ഏതാണ്? അതുപോലെ സോഡിയം വേപ്പർ ആണെങ്കിൽ യെല്ലോ ആണ്, നൈട്രജൻ ആണെങ്കിൽ റെഡ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ബ്ലൂ ആണ് ഉത്തരം. നീല കളറാണ് ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം. ഹൈഡ്രജൻ ലാമ്പ് നിറം നീലയാണ്. ക്ലോറിൻ ആണെങ്കിൽ ഗ്രീൻ ആണ്, പച്ച കളറാണ് ക്ലോറിന്. അതുപോലെ തന്നെ സോഡിയം വേപ്പർ ലാമ്പിനാണെങ്കിൽ യെല്ലോ ആണ്. സോഡിയം വേപ്പർ ലാമ്പ് യെല്ലോ, ഹൈഡ്രജൻ ലാമ്പ് നീല, നൈട്രജൻ ആണെങ്കിൽ റെഡ്, അതുപോലെ ക്ലോറിൻ വേപ്പർ ലാമ്പ് ആണെങ്കിൽ ഗ്രീൻ. അടുത്തത്, ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണെന്ന്. ഐസോടോപ്സ് പറയുന്നത് സെയിം ആറ്റോമിക് നമ്പർ എന്നാണ് അർത്ഥം വരുന്നത്. ഐസോടോപ്പ് എന്ന് പറയുന്നത് സെയിം ആറ്റോമിക് നമ്പറാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. അത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഡ്യൂറ്റീരിയം ആണ്. ഡ്യൂറ്റീരിയം ആണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്.
റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? 3 ഐസോട്ടോപ്പാണ് ഹൈഡ്രജൻ ഉള്ളത്: പ്രോഷ്യം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ 3 ആറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. ഡ്യൂട്ടീരിയത്തിനാണെങ്കിൽ മാസ് നമ്പർ 2, ട്രിഷ്യത്തിനാണെങ്കിൽ മാസ് നമ്പർ 3 ആണ്. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയമാണ്. ഹെവി വാട്ടറാണ് യൂസ് ചെയ്യുന്നത് ആസ് എ മോഡറേറ്റർ ടു സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസ്. അതിനാണ് ഡ്യൂട്ടീരിയം യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ. എന്നാൽ റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഓക്സിജന്റെ അലോട്രോപ്പ് ഏതാണ്? അലോട്രോപ്പ് എന്ന് പറയുന്നത് 1 or more ഫോംസിൽ കാണപ്പെടുന്നതിനെയാണ് അലോട്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബൺ ആണെങ്കിൽ ഗ്രാഫൈറ്റ്, ചാർക്കോൾ, ഡയമണ്ട്, ഇതെല്ലാം കാർബണിന്റെ അലോട്രോപ്പാണ്. അതുപോലെ ഓക്സിജന്റെ അലോട്രോപ്പാണ് ഓസോൺ. ഓസോണിന്റെ ഫോർമുലയാണ് O3. O3 ആണ് ഓസോണിന്റെ സിമ്പൽ. O3 ഓക്സിജന്റെ അലോട്രോപ്പ് ഓസോൺ ആണ്. അടുത്ത ചോദ്യം, ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏതാണ്? അറ്റ്മോസ്ഫിയറിക് ലെയറിൽ കാണപ്പെടുന്നത് ഓസോൺ. സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞതും ഭാരം കുറഞ്ഞതും കലോറി മൂല്യം കൂടുതലുമുള്ള വാതകം. ഭാവിയുടെ ഇന്ധനം സാന്ദ്രത ഡെൻസിറ്റി കുറഞ്ഞതും അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞതും കലോറി മൂല്യം കൂടുതലുള്ളതുമായ വാതകം ഏതാണ്? അതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഭാവിയുടെ ഇന്ധനം. അതുപോലെ തന്നെ ഡെൻസിറ്റി കുറഞ്ഞതും വെയിറ്റ് കുറഞ്ഞതും കലോറി മൂല്യം കൂടുതലുള്ളതുമായ വാതകമാണ് ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്നതും ഹൈഡ്രജനാണ്. അതുപോലെ ആസിഡ് ഉൽപ്പാദിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് ഓക്സിജനാണ്. അപ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജനും ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന എന്ന അർത്ഥം വരുന്നത് ഓക്സിജനുമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനാണ്. പ്രപഞ്ചം ഹൈഡ്രജൻ. അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്, 78%. അപ്പോൾ 21% ഓക്സിജൻ. രണ്ടാമത്തെ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനും അന്തരീക്ഷത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനുമാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്സിജനും ഹൈഡ്രജനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു പോർഷനുമായി വരുന്നത് വരെ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.